ഈ ഹോം തിയേറ്ററിലെ ഇത്രയും വയർ കട്ട് ചെയ്ത എലി ഈ 4 വയർ കട്ട് ചെയ്യാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് സ്ക്രാപ്പ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സബ് വൂഫർ സിസ്റ്റമാണ്. ഇതൊരു പഴയ മോഡൽ സബ് വൂഫർ സിസ്റ്റമാണ്. അതായത് 2.1 ഹോം തിയേറ്റർ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ഈ ഹോം തിയേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ഇതിൽ ബോർഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഇതിനെ അവർ ഉപേക്ഷിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഇതാണ് ഈ ഹോം തിയേറ്ററിൻ്റെ അവസ്ഥ. മുഴുവനായിട്ട് എലി കയറി ഇതിൻ്റെ വയറുകളും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത അവസ്ഥയിലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള പേപ്പറുകളും കവറുകളൊക്കെ കൊണ്ട് നമ്മൾ എലി ഇതിനെ മൊത്തത്തിൽ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മാറ്റി ഈ ഹോം തിയേറ്ററിന് പുതുതായിട്ടൊരു ജീവൻ കൊടുക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ എലി കയറിയ ബോക്സുകളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നേരിട്ട് കൈ അതിലിടാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ ബോർഡും അതിൻ്റെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നിതൊന്ന് വൃത്തിയാക്കി ഇതിൻ്റെ ബോർഡുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇത്രയും പേപ്പറും കവറും കാര്യങ്ങളാണ് നമ്മൾ എലി ഇതിനകത്ത് കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു നാട്ടിലെ എല്ലാ പേപ്പറുകളും ഇതിനകത്തുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇതൊരു പഴയ മോഡൽ സബ് വൂഫർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് USB, ബ്ലൂടൂത്ത് എന്നിങ്ങനെയുള്ള കണക്ടിവിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നവർ USB-യുടെ പാനൽ ബോർഡൊക്കെ ആഡ് ചെയ്ത് ഇതിൽ മാക്സിമം യൂസ് ചെയ്തിട്ടാണ് അവർ സ്ക്രാപ്പ് ഷോപ്പിലോട്ട് കളഞ്ഞത്. ഇതിൽ കൊടുത്തിരിക്കുന്ന സബ് വൂഫറിലോട്ട് വരുമ്പോൾ നേരിട്ട് നമ്മളെ കാഴ്ചയിൽ സബ് വൂഫറിന് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലേ ഇതിൽ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇത്തരത്തിലുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ എലി ഇതിനകത്ത് കൊണ്ട് നിക്ഷേപിച്ചത് കൊണ്ടാണ് നമ്മളിത് വീടിന് പുറത്ത് പറമ്പിൽ വെച്ച് അഴിച്ചു നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് സ്ക്രൂകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ആരോ രണ്ടാമത് ഇളക്കി പണിതാണെന്ന് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. കാരണം അത്തരത്തിൽ ഒരു ഹോം തിയേറ്ററിലും കാണാൻ സാധിക്കാത്ത ബോർഡുകളാണ് ഇതിൽ അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏത് IC എന്നൊക്കെ നമുക്കത് ഇളക്കി പരിശോധിച്ച് പൂർണ്ണമായിട്ട് നോക്കാവുന്നതാണ്. സബ് വൂഫറിൻ്റെ വോളിയം കൺട്രോൾ പുറത്ത് അവർ കണക്ട് ചെയ്യാതെ ഇതിൻ്റെ അകത്ത് തന്നെ പ്രീസെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ കപ്പാസിറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. കപ്പാസിറ്റർ 50 വാൾട്ട് 4500 UF-ൻ്റെ ഒരു വലിയ 2 കപ്പാസിറ്റർ അവർ അഡീഷണൽ ആയിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഇലക്ട്രോണിക് സാധനം കിട്ടിയാലും അത് അഴിച്ചു നോക്കി തിരിച്ച് പണിത് വയ്ക്കുന്നത് നമ്മുടെ ഹോബി ആയതുകൊണ്ട് തന്നെ ഈ ഹോം തിയേറ്ററും നമുക്കൊന്ന് അഴിച്ചു നോക്കി പണിത് ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡിലേക്ക് വന്നാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഇതൊരു 7388 TDA 7388 എന്ന് പറയുന്ന ഒരു ഓഡിയോ 4 ചാനൽ ആയിട്ടുള്ള ഒരു ബോർഡാണ് ഒരു ആഡിയോ സെക്ഷനിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. ഈ മറ്റൊരു സബ് വൂഫർ സെക്ഷനിലോട്ട് അവർ നമ്മുടെ LA 4440ൻ്റെ ഒരു സബ് വൂഫർ സെക്ഷൻ ബോർഡാണെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ അതൊന്ന് ഇളക്കി നോക്കി പരിശോധിക്കാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ DVD കേബിൾ ഉപയോഗിച്ച് നേരിട്ട് ഇതിൽ ഇൻപുട്ട് കൊടുത്ത് ഔട്ട് എടുക്കുന്ന ഒരു സെക്ഷനാണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ നേരിട്ട് അവർ രണ്ടാമത് ഇളക്കി പണിത് അതിൽ അവർ USB പാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ USB പാനലൊക്കെ ഇതിൽ വർക്കിംഗ് ആണോ എന്ന് നോക്കി നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.